എടി അത് തീറ്റക്കകത്ത് നീ കൊത്തട്ടടി അമ്മണി. അല്ലാതെ ഇപ്പൊ എങ്ങനെ ഞാൻ ഇപ്പൊ പൊക്കെ പിടിച്ചാലും താത്ത പിടിച്ചാലും എന്താ? ഇപ്പൊ നിന്നും തോന്നുന്നു നീ കുറച്ച് മുന്നേ ഭയങ്കര സൗണ്ട് ആയിരുന്നല്ലോ. എന്തോ സംഭവിക്കുന്നത്? കടലിനടുത്തൊക്കെ ഭൂമിയിൽ കൊണ്ടാ കഴിഞ്ഞാൽ പിന്നെ സുനാമി ഉറപ്പാ. അയ്യോ പേടിയാവുന്നു. വീണ്ടും ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. അയ്യോ മുമ്പത്തെ പോലെ ഷേക്ക് വല്ല ഉണ്ടാവുമോ? ഒരു സുനാമി ഉണ്ടാകാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. കണ്ടില്ലേ വലിയൊരു തീരെ വന്നത്? ആ തിരക്കകത്തൊക്കെ ചൂണ്ട പെട്ടുപോയി. എന്നിട്ട് ഇപ്പൊ കടലങ്ങ് വലിഞ്ഞും പോയില്ലേ? ആ ചൂണ്ട കടലിൽ പോയി. എന്താ എന്താ കൂട്ടുമനെ? അയ്യോ ട്രലലോ അവിടെ വന്ന് വീണ് കിടക്കുന്നു. This is Tralala. Help me please. Help me. അവിടെ നിൽക്കുക ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് പിന്നെ ഓടി പോകപ്പെട്ടത് വാ. ഇവിടെ നിന്ന മൂന്നാല് മനുഷ്യരവിടെ പോയി. കൊച്ചു പിള്ളേർ ഒരുത്തനും. അവരെ എനിക്ക് വേണം. വിശന്നിട്ട് വയ്യ. നമുക്ക് ഈ പാറയുടെ ബാക്കി തന്നെ ഒളിച്ചിരിക്കാം. ആ ട്രലലേറും അവിടെ നിൽക്കുന്നു. കടലാക്കി അങ്ങ് ഉൾവലിഞ്ഞ് കിടക്കുക. എന്റെ ദൈവം സുനാമി എപ്പോഴാണ് കയറി വരുന്നത് അറിയത്തില്ല. നമുക്ക് രക്ഷപ്പെടാൻ പോകണമെങ്കിൽ നമ്മുടെ കാർ അങ്ങ് കിടക്കില്ലയോ? ആ പ്രളയം ഒന്ന് അടുക്ക് കയറിയിരിക്കും. നമുക്ക് നമ്മുടെ കാറിനടുത്തോട്ട് പോകാനും പറ്റുന്നില്ലല്ലോ. എവിടെയോ അവരുടെ സൗണ്ട് കേട്ടല്ലോ. ഇവിടെ എവിടെയോ നിൽപ്പുണ്ട്. ഒന്നിനും ഞാൻ വെറുതെ വിടത്തില്ല. വിശന്നിട്ട് എനിക്ക് വയ്യ. പാറയുടെ അങ്ങേ വെച്ച് നോക്കട്ടെ. ശരിയാ മോളെ ഓടിക്കോ. തോടെ വലിയ ആന പുറത്തെ തിര വരുന്നത്. മോളെ സൂക്ഷിച്ച്. നിങ്ങൾ അതൊക്കെ നോക്കല്ലേ. നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല. എന്നെ വിറയ്ക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും സുനാമിയുടെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് മുങ്ങണം. അങ്ങനെ വെള്ളത്തിൽ മുങ്ങുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുന്ന കാര്യമോ പറഞ്ഞത്? നിങ്ങളല്ലാതെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. അങ്ങോട്ട് തിരിഞ്ഞിരിക്കാതെ. ഇത് മാക്സിമം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവത്തില്ലേ? നമ്മളെന്തായാലും നമ്മുടെ വീടെത്താറായി. നിങ്ങൾ സമാധാനപ്പെടുക. അതും ഉള്ള അപ്പൊ അച്ഛനെ മറന്നോ? ഓ നിങ്ങൾ അച്ഛനെ രക്ഷപ്പെട്ടല്ലോ. നിങ്ങൾ അച്ഛനും അമ്മൂമ്മയും രക്ഷപ്പെട്ട്. നിങ്ങളുടെ അമ്മ മാത്രമാണല്ലോ അവിടെ പെട്ട് കിടക്കുന്നത്. അയ്യോ എന്റെ പെണ്ണുമ്പിള്ളേ. എന്താ മക്കളെ നിങ്ങൾ ഇത്രയും വരാൻ താമസിച്ചത്? ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. നിങ്ങൾ വെള്ളപ്പൊക്കത്തിൽ എവിടെയെന്ന് അറിയത്തില്ലായിരുന്നല്ലോ. എന്നാലും അമ്മ എത്ര പെട്ടെന്ന് ഇവിടെ വരെ വെള്ളം കയറും അറിഞ്ഞില്ലല്ലോ. നമ്മുടെ വീടിനകത്ത് വരെ വെള്ളം കയറിയല്ലോ. നിങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ട് എങ്ങനെ രക്ഷപ്പെട്ട് ഇവിടെ എത്തി മക്കളെ? എങ്ങനെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായി നോക്കിയിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. മൊബൈൽ ആക്കി എവിടെയോ വെച്ച് ഞാൻ മറന്നുപോയി. എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി വെള്ളത്തിലെങ്ങനെ പോയെന്ന് അറിയത്തില്ല. ടി വെക്കാൻ നോക്കിയിട്ട് റിമോട്ട് കാണുന്നില്ല. അമ്മ പറഞ്ഞില്ലേ സുനാമി ഉണ്ടായ കാര്യം? ഞങ്ങളായി മീൻ പിടിച്ചെടുത്തപ്പോഴത്തേക്ക് വലിയ സുനാമി ഉണ്ടായി. ഞങ്ങൾ പിന്നെ എങ്ങനെ രക്ഷപ്പെട്ട് അറിയത്തില്ല. പെട്ടെന്ന് നിങ്ങൾ കാറെ കയറി രക്ഷപ്പെട്ട്. ഞങ്ങൾ പിന്നെ അമ്മയുടെ അച്ഛനെ അകത്തോട്ടേക്ക് എടുത്ത് കയറ്റുമായിരുന്നു. അവര് പിന്നെ അവരുടെ അമ്മയെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ കാറ് തുറന്ന് ഇറക്കാൻ നോക്കിയപ്പോഴത്തേക്ക് വെള്ളം അമ്മേ മൊത്തം വെള്ളം. പിന്നെ അമ്മയുടെ അച്ഛനെ ഞങ്ങൾ എടുത്തേക്ക് അകത്തോട്ട് കയറ്റിയത്. നിങ്ങളാണെങ്കിൽ വിളിക്കാനും പറ്റുന്നില്ല. വെള്ളം എവിടെ നിന്ന് വരുന്നത് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി ആറ്റിലെ വെള്ളം വല്ലതും ആയിരിക്കുമെന്ന്. പക്ഷെ ചെറിയൊരു ഉപ്രസം പോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ഇത് സുനാമി ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാ പിന്നെ ഇതിനേക്കാൾ ടെൻഷൻ
ആയിരുന്നു ഞാൻ. അപ്പൊ നിങ്ങൾ നിൽക്കുന്നിടത്തൊന്നും വെള്ളം ഇല്ലെന്ന് ഞാൻ വിചാരിച്ചത്. ആറ്റിലെ വെള്ളം ഒതുക്കി വെള്ളം എനിക്ക് കൂടി വരുവാണല്ലോ. നമുക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അമ്മയും അച്ഛനും അമ്മയും എല്ലാവരും എനിക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുക. നമ്മളെ ചെല്ലാൻ പറഞ്ഞ് നമുക്ക് അവരുടെ കൂടെ പോവാം. ഉള്ള സാധനം മറ്റേ എടുക്കാന്നുണ്ടെങ്കിൽ എടുക്കമ്മേ. ഞാനെങ്കിൽ അടുക്കള പോയി സാധനം എടുക്കാന്നുണ്ട് എന്നപ്പോഴെങ്കിലില്ലേ ചെമ്മീനില്ലേ, നിങ്ങൾക്കറിയാമോ ചെമ്മീന് കൊഞ്ചില്ലേ, കൊഞ്ച്. ആ കൊഞ്ചും പിന്നെ എനിക്ക് പൂച്ച പുറത്തൊരു തലയും, കൊഞ്ചിന്റെ എനിക്ക് ദേഹവും പൂച്ചയുടെ തലയും അങ്ങനെ ഒരു സാധനം നമ്മൾ അടുക്കള കയറിയിട്ടാണെങ്കിലേ ഈ വെള്ളത്തിൽ നിന്ന് വന്ന സാധനമാണ്, പൊങ്ങി വന്നതാ. അടുക്കള കയറിയിട്ടാണെങ്കിൽ ഞാൻ അവിടെ വെച്ചിട്ട് മീനെല്ലാം എടുത്ത് നിന്ന്, സാധാരണ പൂച്ച എടുത്ത് തിന്നുന്ന പോലെയുള്ള മീനല്ല, മീൻകറി ഉണ്ടാക്കി വെച്ചിരുന്ന ആ മീൻകറി എല്ലാം എടുത്ത് നിന്ന്. നീന്തി വരുന്നു കേട്ടോ. ഇത് കൊഞ്ചിന്റെ വർഗ്ഗമല്ലേ, പിന്നെ അങ്ങനെ ഇത് മീൻ തിന്നുന്നേ? പൂച്ചയുടെ തലയുണ്ടായിരിക്കും മീൻ തിന്നുന്നത്. ചെമ്മീൻ ഇറുക്കുന്ന പോലെ ഇറുക്കുവോ, അതോ പൂച്ച പാകുന്ന പോലെ മാതുവോ, അതോ പൂച്ച കടിക്കുന്ന പോലെ കടിക്കുവോ? എനിക്ക് പേടിയാവുന്നു. അങ്ങോട്ട് പോയമ്മേ, നമ്മളൊന്നും ചെയ്തില്ല പായത്തിന്. അടുക്കളയിലോട്ട് പോയതാ കേട്ടോ, പിന്നെ മീൻ തിന്നാൻ പോയതെന്ന് തോന്നുന്നു. എടി എടുക്കാൻ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എടുക്കടി. പൈസ എന്തായാലും അക്കൗണ്ടിലായിട്ടൊന്നും പേടിക്കണ്ട ചേട്ടാ. ശരിയാ, ഒന്നും എടുക്കാൻ നിൽക്കാതെ വേണ്ട. നമുക്ക് നമ്മുടെ ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ നോക്കാനുള്ള സമയം കൊണ്ട്. എങ്ങോട്ട് നമ്മൾ പോകും? എല്ലായിടവും മുങ്ങി തന്നല്ലോ അറിയുന്നത്. ഏതുവഴി നമ്മൾ രക്ഷപ്പെടും? പിന്നെ അവരോട് ഇങ്ങോട്ട് ഞാൻ വരാൻ പറഞ്ഞു. ഒരുങ്ങി പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞത്. വേണ്ട സാധനമൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞ കാര്യം പറഞ്ഞേ. ഓ, നമ്മൾ എങ്ങനെ ഇതുവരെ രക്ഷപ്പെടും ഒന്നും അറിയാൻ വയ്യല്ലോ. മിക്കവാറും ഹെലികോപ്റ്റർ ഒന്ന് രക്ഷിക്കാൻ സാധ്യത ഉണ്ടേടി നമ്മളെ. എത്ര പേരായിരിക്കും വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഹെലികോപ്റ്റർ ഒന്ന് രക്ഷിക്കുന്നുണ്ട്. ചേട്ടനെങ്കിൽ ഏതെങ്കിലും നാവികസേന ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നോ? ഞാനെങ്കിൽ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ഒരുപാട് പേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ലൊക്കേഷൻ എല്ലാം സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവർ വരാതിരിക്കത്തില്ല. മക്കളെ സൂക്ഷിച്ചേട്ടോ, വെള്ളം കൂടുതലുള്ള സ്ഥലമൊക്കെ കാണും, അതിനൊക്കെ മുങ്ങി പോവല്ലേ. നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി വരാം. നമ്മളെന്തായാലും ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി പറ്റിയത് ഭാഗ്യമായി പോയി. എന്നാലും ഇവിടെ കയറി ചിലപ്പോൾ ഈ ബിൽഡിംഗ് മൊത്തം ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും ബിൽഡിങ്ങിന്റെ മുകളിൽ കയറാൻ പറ്റുമ്പോൾ ഞാൻ സന്തോഷിച്ചിരിക്കുവായിരുന്നു. അതുകൊണ്ടോ എനിക്ക് തര വരുന്നുണ്ടോ? ഈ തേരൊക്കെ വന്നാൽ എന്തായാലും ബിൽഡിംഗ് അടിച്ചെടുത്തോണ്ട് പോകും. വേറെ ആൾക്കാരെയൊക്കെ രക്ഷിച്ചോണ്ടിരിക്കുവായിരിക്കും മോളെ. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെടണ്ടേ ഇനി ഹെലികോപ്റ്റർ? ആ തരം എന്താ ഈ ബിൽഡിംഗ് കൊണ്ടുപോയില്ല. എന്നാലും ചേട്ടൻ കണ്ടില്ലേ, ആ കാറും വണ്ടി എല്ലാം വെള്ളത്തിലായി പോയി. ശരിയാ, ഓരോ നില ഈ ബിൽഡിങ്ങിന്റെ മുങ്ങിക്കൊണ്ടിരിക്കുവാന്നാ തോന്നുന്നത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ബിൽഡിംഗ് മൊത്തം പോകുമല്ലോ വെള്ളം മുങ്ങി. ഇനി 5 6 നിലകൾ എങ്ങാണ്ടോട്ട് മുങ്ങാന്. അത്രേ ഉള്ളൂ. ഇത് എത്ര നില കെട്ടിടമെന്ന് അറിയാവോ? 50 നില കെട്ടിടം ഇത്. ബാക്കിയെല്ലാം മുങ്ങി. അയ്യോ, അടുത്ത് വലിയൊരു തര വരുന്നുണ്ട്. ആ തര വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഈ കെട്ടിടം പോകും തോന്നുന്നു.